ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ കേരളത്തിലെത്തി കേട്ടോ. യാത്രയിലായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ അടുക്കളയിൽ ഞാനും ഇവിടുത്തെ പാചകങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കാണിക്കാം. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ കറികളിൽ ഇന്നിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ കിറ്റ് കിട്ടിയിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റി വേർതിരിച്ച് വെച്ച് നമ്മൾ ഇന്നത്തെ കറിക്ക് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ബീറ്റ്റൂട്ട്, ഒരു കായ, ചേനയുടെ ഒരു പകുതി കഷ്ണം, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു മെഴുക്ക് വരട്ടിയാണ്. ഇതെല്ലാം ഈ പാകത്തിൽ അരിഞ്ഞ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വേവിച്ച് വെച്ചതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ ഒപ്പിട്ട് ആദ്യം ഇട്ടത് പെട്ടെന്ന് വെന്തുടയും. അതുകൊണ്ട് ചേന, കായ, ബീറ്റ്റൂട്ട് ആദ്യം വേവിച്ചു. രണ്ടാമത് അത് വെന്ത് കഴിഞ്ഞ് പകുതി വേവായപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനി ചതച്ച ഒരു സ്വല്പം ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി കൂടി ചതച്ചതിട്ടിട്ട് ഇത് മെഴുക്ക് വരട്ടിയാക്കി എടുക്കും കേട്ടോ. അടുത്തത് നമുക്ക് പച്ചക്കറി കിച്ചനുണ്ടായിരുന്നത് കോവയ്ക്ക, വഴുതനങ്ങ, 2 തരം വഴുതനങ്ങ ഉണ്ടല്ലോ. 2 തരം വഴുതനങ്ങ, കോവയ്ക്ക, പിന്നെ പടവലങ്ങ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തോരൻ ഉണ്ടാക്കാൻ നോക്കും. എണ്ണ ചൂടായിട്ടോ കടുകിടാം. കടുക് പൊട്ടി തുടങ്ങി. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ പച്ചമുളക്, തോരനാണല്ലോ അതുകൊണ്ട് പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ഒരു മഞ്ഞൾപ്പൊടി, ചെറുതായി വഴങ്ങി വരുമ്പോൾ നമുക്ക് ഉപ്പ് തിരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിന് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് ഇതിലേക്ക് നമുക്ക് വാടി വരുന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ചെയ്തിരിക്കുന്നത് എല്ലാം യോജിക്കുന്നതാണ് കേട്ടോ. ഇത് കേട്ടോ, ഇതിൻ്റെ അകത്ത് പടവലങ്ങ, പിന്നെ നമ്മുടെ കോവയ്ക്ക, വഴുതനങ്ങ, 2 രീതിയിലുള്ള വഴുതനങ്ങ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. അത് ഒരേ അളവിൽ ഇങ്ങനെ അരിഞ്ഞ് നൈസായിട്ട് ഇട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് വാടും. നല്ല എല്ലാം രുചിയുണ്ട് കേട്ടോ കൂടി ചേരുമ്പോൾ. നമുക്ക് സാമ്പാർ കിറ്റ് കിട്ടുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ചെറിയ പീസുകളാണ്. അപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമില്ല, എല്ലാ സാമ്പാറിനും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ രുചിയായിരിക്കും കേട്ടോ. തേങ്ങ ഇടാം നമുക്കിനി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാം. കറി റെഡിയായി, മറ്റേ കറി റെഡിയായിട്ടോ. ചതച്ച ഉള്ളി, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ. ഇതിൻ്റെ അകത്ത് അത് ചൂടായിട്ടുണ്ട്. ഇത് മുളക് പൊടിയും സ്വല്പം മസാലപ്പൊടി മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ ആ ബീറ്റ്റൂട്ടും ഒക്കെ വേവിച്ചത്. ചൂടായി വന്നാൽ മതി. ഇതാ നമുക്കിത് ഇടാം. കേട്ടോ, ഇത് സ്വല്പം മസാലപ്പൊടി, നമ്മുടെ ഇറച്ചി മസാല ഉണ്ടല്ലോ, അതിട്ടിട്ടുണ്ടെങ്കിൽ രുചിയായിരിക്കും കേട്ടോ. ഇതൊന്ന് ചെറിയൊരു വെള്ളമുണ്ട് കേട്ടോ. അതൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മൂടി വയ്ക്കാം.
ഇത്രയും മതി. കറി റെഡിയായി. ഓഫാക്കി തീ കേട്ടോ. ഇത് നമ്മുടെ ഈ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം അത് ഇത്രയും വാടി കിട്ടിയിട്ടുണ്ടേ എല്ലാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂര കുറച്ച് മുളകിട്ട് പറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുക്കാമെന്ന് പറയില്ലേ, മുളകിട്ട് വറ്റിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഞാനിതുപോലത്തെ ചൂര മാംസമുള്ള മീനൊക്കെ ചെയ്യുമ്പോൾ ആവശ്യത്തിന്, ഞങ്ങളിപ്പോൾ 2 പേരുള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് മാറ്റി ഉപ്പും മഞ്ഞൾപ്പൊടി അത് കഴുകി വൃത്തിയായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് തിരുമ്മി വയ്ക്കും. എന്നിട്ട് ആ വെള്ളം അത് ശരിക്കും പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആണ് നമ്മൾ കറി പാചകം ചെയ്യുമ്പോൾ അതിലേക്ക് അരപ്പിലേക്ക് ഇടുന്നത് കേട്ടോ. സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കില്ല. ഈ മീൻ കറിക്ക് കുറേ ദിവസം 2-3-4 ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ മല്ലിപ്പൊടി ചേർത്താൽ പെട്ടെന്നത് ചീത്തയായി പോകും. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളം ചേർത്ത് നന്നായി കലക്കി വയ്ക്കും, മാറ്റി വയ്ക്കും. എന്നിട്ട് വെളുത്തുള്ളി ഇത്തിരി കൂടുതലെടുക്കും, ഇഞ്ചി, ചുമന്നുള്ളി ഇത്തിരി, ഇതെല്ലാം കൂടി അരിഞ്ഞ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉലുവയും കടുകും പൊട്ടിച്ച്, കടുക് വേണമെങ്കിൽ പൊട്ടിച്ചാൽ മതി, ഞാൻ ചിലപ്പോഴേക്ക് ചെയ്യാറുള്ളൂ. ഉലുവ മസ്റ്റാണ് കേട്ടോ. ഉലുവ പൊട്ടിച്ച് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് ചാലിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, അത് അതിലേക്കിട്ട് നന്നായി ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് പച്ചമണം മാറണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുടംപുളി വെള്ളം ഒഴിച്ച് വെട്ടി തിളച്ച് വരുമ്പോൾ ഈ മീൻ പറക്കിയിടുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അത് ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കുക. കുറച്ച് നേരം ഉണ്ട് ഇതിന് വേവുണ്ട്, മാംസമുള്ള മീനാണല്ലോ. ലാസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് 2-3 വേപ്പില ഇട്ട് ഒരു സ്വല്പം മുളക് പൊടി ഇട്ട് താളിച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. രുചിയായിരിക്കും. അപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഞാനോർത്ത് ഇത്തിരി ഉപ്പിലിട്ട മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു. അതിൻ്റെ അകത്ത് ഇത്തിരി ചുമന്നുള്ളി ചതച്ചിട്ടു, പച്ചമുളകും ചതച്ചിട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും സ്വല്പം ഉപ്പും ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ കറി ഇതൊക്കെയാണ്.